ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബോൺലെസ് ഫ്രൈഡ് ചിക്കനാണ്. നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോൺലെസ് ഫ്രൈഡ് ചിക്കൻ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ബോൺലെസ് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോൺലെസ് ചിക്കനെ ബോയിൽ ചെയ്ത് 3/4 കുക്കായിട്ട് അതിനെ ഡ്രെയിൻ ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് അതിനെ സ്മോൾ സ്ലൈഡ്സ് ആയിട്ട് കട്ട് ചെയ്ത ശേഷം അതിനെ ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, അല്പം വാട്ടർ ഒഴിച്ചിട്ട് അല്പം സോൾട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഇതിനെ മിക്സ് ചെയ്ത ശേഷം ഈ സ്ലൈഡ്സ് ആക്കി വെച്ചിരിക്കുന്ന ചിക്കനെ ഇതിലിട്ട് മിക്സ് ചെയ്ത് വെക്കണം. സ്പൈസി ആയിരിക്കുമല്ലോ. നമ്മൾ KFC ഫ്രൈഡ് ചിക്കനൊക്കെ വാങ്ങുമ്പോൾ അല്പം സ്പൈസി ആയിരിക്കും. ചില കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം സ്പൈസിയാണ്. അപ്പോൾ സ്പൈസി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കാശ്മീർ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പീസും നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഹലോ, പിന്നെ നമുക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് മൈദ, കുറച്ച് മൈദയും അതിൽ കുറച്ച് ചില്ലി പൗഡർ മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഒരു എഗ്ഗ് എടുത്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൈഡിൽ. ഇതുപോലെ എല്ലാം റെഡിയാക്കി വെക്കാം. ഇനി ഫസ്റ്റ് നമുക്ക് എഗ് ബാറ്ററിൽ ഇത് ചിക്കനെ നമുക്ക് ഡിപ്പ് ചെയ്ത ശേഷം മൈദയിൽ നന്നായി കോട്ട് ചെയ്ത ശേഷം നല്ല ബോയിൽ ചെയ്തിട്ടുള്ള എണ്ണയിൽ ഇടാം. ഓൾറെഡി ഇത് 3/4 കുക്കാണ് ചിക്കൻ. അത് കാരണം ഓവറായിട്ട് എണ്ണയിൽ കിടന്ന് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് കഴിക്കാമല്ലോ. ഈ പുറത്തുനിന്ന് നമുക്ക് വാങ്ങി കഴിക്കുന്നത് അത്ര ഹെൽത്തി അല്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ എന്നെ അറിയിക്കാം. കമൻസ് ഇടണേ. ഞാൻ ആദ്യം ഫ്രൈ ചെയ്തതിൽ അത്ര സ്പൈസി ആയിരുന്നില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടെ സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ചില്ലി പൗഡർ ഇട്ടിട്ട് മൈദയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചെയ്തെടുക്കാം. ഇത്തിരി സ്പൈസി ആയിരിക്കണം, ഇത്തിരി സോൾട്ടി മുന്നിൽ ഉണ്ടാവണം. അപ്പോഴാണ് അതിൻ്റെ ശരിക്ക് കറക്റ്റ് ഫ്ലേവറായിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന KFC ഫ്രൈഡ് ചിക്കൻ്റെ ആ ടേസ്റ്റിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും.
അങ്ങനെ എല്ലാ പീസും ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചു. ബോൺലെസ് ആയത് കാരണം നല്ല സ്പെഷ്യൽ, നമുക്ക് ആ ബർഗറിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ചില സമയങ്ങളിൽ കിട്ടുന്ന ആ ചിക്കനില്ലേ, ഫ്രൈഡ് ചിക്കൻ, അതിൻ്റെ ആ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. ബോൺലെസ് ആയത് കാരണം ബോൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അങ്ങനെ അതും ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.